ഈശോയുടെ അതുല്യ സ്നേഹത്തിൽ ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിന്റെ പ്രകാശത്തോടെ നിറഞ്ഞിരിക്കുന്ന ഈ വിശുദ്ധ നിമിഷത്തിലേക്ക് നിങ്ങളെയൊക്കെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ രക്ഷയുടെ മഹത്തായ അടയാളമായ പരിശുദ്ധ കുരിശിന്റെ മഹിമയെ ഓർമ്മിപ്പിക്കുന്ന ദിനമാണ് സഭ ആഘോഷിക്കുന്നത്. ലോകം പരാജയത്തിന്റെയും അപമാനത്തിന്റെയും ചിഹ്നമെന്ന് കണ്ടിരുന്ന ആ കുരിശിനെ ദൈവം വിജയത്തിന്റെയും മഹത്വത്തിന്റെയും അടയാളമാക്കി മാറ്റിയതായി നമ്മെ ബോധ്യപ്പെടുത്തുന്ന മഹത്തായ സ്മരണയാണിത്. നമ്മുടെ ജീവിതങ്ങളിലും പലപ്പോഴും രോഗങ്ങൾ, കടബാധ്യതകൾ, കുടുംബത്തിൽ കലഹങ്ങൾ, തൊഴിൽ നഷ്ടം, നിരാശകൾ എന്നിവ നമ്മെ മരുഭൂമിയിൽ എന്നാൽ ഇന്നത്തെ വചനത്തിലൂടെ ദൈവം നമ്മോട് പറയുന്നത്, തകർച്ചകളുടെ നടുവിലും സൗഖ്യത്തിന്റെയും പ്രത്യാശയുടെയും വഴി തുറന്നു കിടക്കുന്നു എന്ന സത്യമാണ്. പഴയ നിയമത്തിലെ ഇസ്രായേലർ മരത്തിലുയർത്തിയ വെങ്കല സർപ്പത്തിലേക്ക് നോക്കി ജീവൻ കണ്ടെത്തിയതുപോലെ നാം രക്ഷ തേടേണ്ട കണ്ണികൾ എവിടെയാണെന്ന് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ വേദനകളെ ഔഷധമാക്കുകയും നമ്മുടെ പരാജയങ്ങളെ വിജയത്തിലേക്കു മാറ്റുകയും ചെയ്യുന്ന സ്നേഹത്തിന്റെ മഹത്തായ പ്രതീകം, അതാണ് ഈശോയുടെ കുരിശ്. ആ കുരിശ് തന്നെയാണ് നമ്മുടെ പ്രത്യാശയുടെ ഉറവിടം. നമ്മുടെ ഹൃദയങ്ങൾ തുറന്നു സ്വീകരിക്കേണ്ട ദൈവസ്നേഹത്തിന്റെ ദീപ്തമായ അടയാളം. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഒന്നാം വായനയായി നമുക്ക് നൽകിയിരിക്കുന്നത് സംഖ്യയുടെ പുസ്തകത്തിലെ 21-ാം അധ്യായത്തിലെ 4 മുതൽ 9 വരെയുള്ള ഭാഗമാണ്. മോശയുടെ നേതൃത്വത്തിൽ മരുഭൂമിയിലൂടെ സഞ്ചരിച്ചിരുന്ന ഇസ്രായേൽ ജനത്തിന്റെ കഥ. അവർക്കു ക്ഷമ നഷ്ടപ്പെട്ടപ്പോൾ അവർ ദൈവത്തോടും മോശയോടും വിരോധമായി സംസാരിച്ചു. ഞങ്ങളെ എന്തിന് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നു? മരുഭൂമിയിൽ മരിക്കാനോ? ഇവിടെ അപ്പവുമില്ല, വെള്ളവുമില്ല. നൽകിയ ഭക്ഷണത്തോട് തന്നെ വെറുപ്പാണ്. അപ്പോൾ ദൈവം അവരുടെ ഇടയിൽ ആഗ്നേയ സർപ്പങ്ങളെ അയച്ചു. അവയുടെ കടിയേറ്റ് പലരും മരിച്ചു. ഭയപ്പെട്ട ജനങ്ങൾ മോശയുടെ അടുത്തെത്തി. ഞങ്ങൾ തെറ്റ് ചെയ്തു, ദൈവത്തോടും മോശെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം കൽപ്പിച്ചു, ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി ദണ്ഡിൽ സ്ഥാപിക്കൂ. ആരെയും സർപ്പം കടിച്ചാൽ അതിനെ നോക്കുമ്പോൾ ജീവിക്കും. മോശെ അങ്ങനെ ചെയ്തു. സർപ്പം കടിച്ചവർ പിച്ചള സർപ്പത്തെ നോക്കിയപ്പോൾ അവർ രക്ഷപ്പെട്ടു. സഹോദരങ്ങളെ, ഈ വചനത്തിന് അത്ഭുതകരമായൊരു സന്ദേശമുണ്ട്. മരുഭൂമിയിലെ യാത്ര, അതു വെറും ചരിത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ പ്രതീകമാണ്. നമ്മുടെ ഒരു ജീവിതത്തിലും ചിലപ്പോൾ മരുഭൂമി അനുഭവങ്ങളുണ്ട്. ലക്ഷ്യം കാണാതെ അലഞ്ഞുതിരിയുന്ന, പ്രത്യാശ നഷ്ടപ്പെടുന്ന, ക്ഷീണം നിറഞ്ഞ നിമിഷങ്ങൾ. അപ്പോഴാണ് ദൈവത്തിന്റെ കരുണയെ ഓർക്കേണ്ടത്. നമ്മെ ഉയർത്തി നിലനിർത്തുന്ന ദൈവത്തിന്റെ ഇടപെടലാണ് നമ്മുടെ യാത്രയെ. സ്നേഹമുള്ളവരെ, ഇവിടെ ഇസ്രായേൽ ജനത്തിന്റെ വലിയ പ്രശ്നം അവരുടെ ക്ഷമ നഷ്ടപ്പെട്ടതായിരുന്നു. അവർ ദൈവത്തെയും അവിടുന്ന് നിയോഗിച്ച നേതാവായ മോശയെയും ചോദ്യം ചെയ്തു. ദൈവം സ്വർഗത്തിൽ നിന്ന് അത്ഭുതകരമായി നൽകിയ മന്നയെയും അവഹേളിച്ചു. ഈ നിസ്സാരമായ ഭക്ഷണം ഞങ്ങൾക്ക് വെറുപ്പാണ് എന്ന് പറഞ്ഞപ്പോൾ അവർ ദൈവത്തിന്റെ സഹായത്തെ വിലമതിക്കാതെ നോക്കിയതായിരുന്നു. ദിവസേന ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ പോലും ഒരേപോലെ തുടരുമ്പോൾ അവർക്കത് മടുത്തു. പുതുമ തേടി അവർ പഴയ ഈജിപ്തിലെ സുഖങ്ങളെ ഓർത്തു. നമ്മുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള മനോഭാവം പലപ്പോഴും കാണാം. ശ്വാസം, ആരോഗ്യം, കുടുംബം, ഭക്ഷണം പോലെയുള്ള അനവധി ഇതുപോലുള്ള നന്ദിയില്ലായ്മയാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് ആത്മീയമായ വിഷസർപ്പങ്ങളെ പ്രവേശിപ്പിക്കുന്നത്. വചനത്തിൽ കാണുന്ന സർപ്പങ്ങൾ യഥാർത്ഥത്തിൽ അവരുടെ ഉള്ളിലെ പിറുപിറുപ്പിന്റെ, അതായത് പാപത്തിന്റെ പുറമേയായ പ്രതിഫലനമായിരുന്നു. അതിന്റെ ഫലം മരണത്തിലേക്കുള്ള യാത്രയായി. എന്നാൽ അവർ തെറ്റ് തിരിച്ചറിഞ്ഞപ്പോൾ മോശയുടെ അടുത്തെത്തി ഏറ്റുപറഞ്ഞു, ഞങ്ങൾ പാപം ചെയ്തു. ഈ ആത്മാർത്ഥ സമ്മതമാണ്
സൗഖ്യത്തിലേക്കുള്ള ആദ്യ പടി. ദൈവത്തിന്റെ മറുപടി ശ്രദ്ധേയമാണ്. അവൻ സർപ്പങ്ങളെ നീക്കിക്കളയുമെന്ന് പറഞ്ഞില്ല. പകരം ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി ദണ്ഡിലുയർത്തുക, അതിനെ നോക്കുന്നവർ ജീവിക്കും എന്നു കൽപ്പിച്ചു. ഇതിലൂടെ ദൈവം എത്ര വലിയൊരു വൈരുദ്ധ്യം! മരണം വിതച്ച അതേ സർപ്പത്തിന്റെ രൂപം തന്നെയാണ് ദൈവം രക്ഷയുടെ അടയാളമാക്കി മാറ്റിയത്. നിലത്തു വിഷം നിറച്ച് ഇഴയുന്ന സർപ്പങ്ങളെ കണ്ടു താഴേക്ക് നോക്കുന്നവർ ഭയത്തിൽ മരണമടഞ്ഞപ്പോൾ ദണ്ഡിലുയർത്തിയ വിഷമില്ലാത്ത പിച്ചള സർപ്പത്തെ നോക്കിയവർ ജീവൻ നേടി. ഇതിലൂടെ ദൈവം നമ്മോട് പഠിപ്പിക്കുന്നത്, നമ്മുടെ കണ്ണുകൾ പ്രശ്നങ്ങളിലേക്കും കുറവുകളിലേക്കും മാത്രം പതിയാതെ രക്ഷയുടെ അടയാളത്തിലേക്കാണ് തിരിയേണ്ടതെന്ന്. നിരാശയെ വളർത്തുന്ന സാഹചര്യങ്ങളിൽ കുടുങ്ങാതെ ദൈവം ഒരുക്കിയിരിക്കുന്ന പ്രത്യാശയുടെ ദീപ്തിയിലേക്ക് ഉയർന്നു നോക്കുമ്പോഴാണ് യഥാർത്ഥ സൗഖ്യം ലഭിക്കുന്നത്. ഇന്നത്തെ സുവിശേഷം ഈ ചിന്തയുടെ ലോകത്തെ ശിക്ഷിക്കാനല്ല, രക്ഷിക്കാനാണ് ദൈവം തന്റെ ഏകപുത്രനെ അയച്ചത്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിക്കാതെ നിത്യജീവൻ പ്രാപിക്കാനെന്നുള്ള ദൈവത്തിന്റെ അതുല്യ സ്നേഹത്തിന്റെ പ്രഖ്യാപനമാണ് ഇതിലൂടെ നമ്മെ എത്തിച്ചേരുന്നത്. യേശോയിൽ പ്രിയമുള്ളവരെ, പഴയ നിയമത്തിലെ പിച്ചള സർപ്പത്തിന്റെ സംഭവം വെറും നിഴലായിരുന്നുവെങ്കിൽ അതിന്റെ യഥാർത്ഥ അർത്ഥം കുരിശിൽ വെളിപ്പെട്ടു. മോശ ഉയർത്തിയ സർപ്പത്തെ നോക്കിയവർ ശരീരമരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടുവെങ്കിൽ, കുരിശിൽ ഉയർത്തപ്പെട്ട മനുഷ്യപുത്രനിലേക്കു കണ്ണോടിക്കുന്നവർക്ക് നിത്യജീവൻ ലഭിക്കുമെന്നതാണ് യേശോ പ്രഖ്യാപിക്കുന്നത്. മനുഷ്യപുത്രനും ഉയർത്തപ്പെടണം എന്ന വാക്കിന് ലോകം പരാജയത്തിന്റെ പ്രതീകമായി കണ്ട കുരിശുമരണം തന്നെയാണ് ഈശോ തന്റെ മഹത്വത്തിന്റെ തുടക്കമാക്കി മാറ്റിയത്. ഇതാണ് കുരിശിന്റെ വിപ്ലവകരമായ സത്യവും അതിന്റെ മറഞ്ഞിരിക്കുന്ന മഹിമയും. നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന വേദനകളും നഷ്ടങ്ങളും പലപ്പോഴും നമ്മൾ ശാപമെന്ന് കരുതുന്നു. എന്തിനെനിക്ക് മാത്രം ഇങ്ങനെയാകുന്നു എന്ന ചോദ്യത്തിൽ വിഷാദപ്പെടുന്നു. അപമാനം മറച്ചു നിൽക്കാൻ ശ്രമിക്കുന്നു. ഒരു ഉദാഹരണം ചിന്തിക്കൂ. വലിയ നഷ്ടത്തിൽ തകർന്നുപോയ ഒരു ബിസിനസ്സുകാരൻ ബന്ധുക്കളുടെയും സമൂഹത്തിന്റെയും മുമ്പിൽ തല കുനിച്ചു നിൽക്കുന്നു. ആ പരാജയം ഒരു വിഷസർപ്പത്തെപ്പോലെ അവനെ ദിവസവും കടിച്ചുകൊണ്ടിരിക്കുന്നു. അയാൾ സഹോദരങ്ങളെ, ഇന്നത്തെ വചനം നമ്മോട് തുറന്നു പറയുന്നത് വളരെ ശക്തമായൊരു സത്യമാണ്. ജീവിതത്തിൽ നേരിടുന്ന പരാജയങ്ങളും അപമാനങ്ങളും ഒറ്റയ്ക്ക് ചുമന്നു നടക്കാതെ അവയെ ഈശോയുടെ കുരിശിനോട് ചേർത്തുപിടിച്ച് ദൈവത്തിന് സമർപ്പിക്കണമെന്നത്. കർത്താവേ, എന്റെ ഈ തകർച്ചയും എന്റെ ഈ അപമാനവും ഞാൻ അങ്ങയുടെ കുരിശിനോട് ചേർത്തുവെക്കുന്നു. എനിക്കുവേണ്ടി നീ അപമാനിതനായല്ലോ. ഈ വേദനയിൽ നിന്നു പുതിയൊരു വഴി കാണിച്ചു തരണമേ എന്നു ഹൃദയത്തിൽ നിന്നു പ്രാർത്ഥിക്കുമ്പോൾ ആ പരാജയം ഒരിക്കലും അന്തിമവാക്കാകുകയില്ല. മറിച്ച് അത് ജീവിതത്തിലെ പുതിയൊരു തുടക്കത്തിന്റെയും മഹത്വത്തിന്റെയും വിത്തായി മാറും. ഒരു താരതമ്യമായി നോക്കാം. ഒരു കുടുംബത്തിൽ എന്നാൽ ഓരോ കണ്ണുനീരും തന്റെ സഹനവും അവൾ ഈശോയുടെ കുരിശിലെ വേദനയുമായി ചേർത്തു. ഭർത്താവിന്റെ മാനസാന്തരത്തിനായി പ്രാർത്ഥനയായി ഉയർത്തുമ്പോൾ അവിടെ ദൈവത്തിന്റെ കരം പ്രവർത്തിച്ചു തുടങ്ങും. അവളുടെ സഹനം നിഷ്ഫലമാവുകയില്ല. അത് രക്ഷാകരമായൊരു വഴിയായി മാറും. ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന പ്രഖ്യാപനമാണ് കുരിശിന്റെ യഥാർത്ഥ രഹസ്യം. കുരിശ് ദൈവത്തിന്റെ കോപത്തിന്റെ അടയാളമല്ല, മറിച്ച് അവന്റെ അതുല്യവും അടങ്ങാത്തതുമായ സ്നേഹത്തിന്റെ തെളിവാണ്. മരണത്തിന്റെ ശിക്ഷ അർഹിച്ചിരുന്ന നമ്മെ രക്ഷിക്കാൻ അവിടുന്ന് തന്റെ ഏകപുത്രനെ കുരിശിൽ ഉയർത്തി. അതിനാൽ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ പാപങ്ങളുടെ ഭീകരതയിലേക്കല്ല, ദൈവസ്നേഹ. അവസാനമായി ഈശോ തുറന്നു പറയുന്ന സന്ദേശം ഇതാണ്: ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ശിക്ഷിക്കാനല്ല, മറിച്ച് അവൻ വഴി ലോകം രക്ഷിക്കപ്പെടാൻ വേണ്ടിയാണ്.
പലപ്പോഴും നമ്മുടെ മനസ്സിൽ ദൈവത്തെ കർശനനായ ന്യായാധിപനായി ചിത്രീകരിക്കാറുണ്ട്. തെറ്റുകൾ കണ്ടാൽ ഉടനെ ശിക്ഷിക്കുന്ന ദൈവമായി. പക്ഷേ ഈശോ വെളിപ്പെടുത്തുന്ന ദൈവം ശിക്ഷിക്കുന്നവനല്ല, രക്ഷിക്കുന്നവനാണ്. വഴിതെറ്റിയ ആടിനെ അന്വേഷിച്ചു പോകുന്ന ഇടയനാണ്. മുറിവേറ്റവനെ കരുണയോടെ സൗഖ്യമാക്കുന്ന നല്ല സമരിയാക്കാരനാണ്. കുരിശ് ആ രക്ഷാപ്രവൃത്തിയുടെ പരിപൂരണമാണെന്ന സത്യമാണ് സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നത്. അതിനാൽ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ എന്തുതരം പരീക്ഷണങ്ങൾ വന്നാൽ ഇന്നത്തെ 2 വായനകളും ഒന്നിച്ചു നോക്കുമ്പോൾ നൽകുന്ന സന്ദേശം അതിശയകരമാണ്. മരുഭൂമിയിൽ ഉയർത്തിയ പിച്ചള സർപ്പം വരാനിരിക്കുന്ന യഥാർത്ഥ രക്ഷയുടെ നിഴലായിരുന്നു. പിച്ചള സർപ്പത്തിനു തന്നെ ആരെയും രക്ഷിക്കാനായിരുന്നില്ല. എന്നാൽ അതിലേക്ക് കണ്ണോടിക്കാൻ ദൈവം കൽപ്പിച്ചതിൽ വിശ്വസിച്ചവരാണ് ജീവനോടെ രക്ഷപ്പെട്ടത്. അതുപോലെ നമ്മെ രക്ഷിക്കുന്നതൊരു സാധാരണ മരക്കുരിശല്ല. ആ കുരിശിൽ നമ്മുടെ ഖാത്തർ മരിക്കുകയും ഉയിർത്തെഴുന്നേൽക്കുകയും ചെയ്ത ഈശോയിലുള്ള വിശ്വാസമാണ്. പഴയ നിയമത്തിലെ ജനങ്ങൾ ശാരീരിക മരണത്തിൽ നിന്ന് മോചനം നേടിയെങ്കിൽ, പുതിയ നിയമത്തിലെ ദൈവമക്കളായ നമുക്ക് പാപത്തിൻ്റെയും നിത്യനാശത്തിൻ്റെയും അതുകൊണ്ട് ഇന്നത്തെ വചനധ്യാനം അവസാനിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തരും സ്വന്തം ഹൃദയത്തെ ചോദ്യം ചെയ്യാം. എന്റെ ജീവിതത്തെ വിഷമപ്പെടുത്തുന്ന സർപ്പം ഏതാണ്? അത് എന്റെ അഭിമാനമാണോ? മറ്റൊരാളോടുള്ള ക്ഷമിക്കാനാവാത്ത വൈരമാണോ? ഭാവിയെക്കുറിച്ചുള്ള നിയന്ത്രിക്കാനാവാത്ത ഭയമാണോ? അല്ലെങ്കിൽ ഒരു പ്രത്യേക പാപത്തിന്റെ അടിമത്തമാണോ? ഈ വചനം നമ്മോട് ആവശ്യപ്പെടുന്നത് ആ വിഷസർപ്പത്തെ മറയ്ക്കാനോ മറന്നുപോകാനോ അല്ല, മറിച്ച് അത് മുഴുവനും കുരിശിന്റെ അടിയിൽ കൊണ്ടുവരാനാണ്. അതിന്റെ ശക്തിയെ ഭയന്ന് വിലപിക്കുന്നതിന് പകരം ആ ഭാരവും വേദനയും സഹിച്ചുകൊണ്ട് കുരിശിൽ കിടക്കുന്ന ഈശോയെ നോക്കണമെന്നാണ് സന്ദേശം. നമ്മുടെ ദിനചര്യയിൽ ചെയ്യാവുന്ന ഒരു ലളിതമായ അഭ്യാസം. പിന്നെ പ്രാർത്ഥിക്കുക: പ്രഭുവേ, എന്റെ ഭാരവും എന്റെ ദുർബലതയും എന്റെ പാപവും നീ ഏറ്റെടുത്തു. നിന്റെ തിരുമുറിവുകളിൽ എനിക്ക് സൗഖ്യം ലഭിക്കട്ടെ. നിന്റെ സ്നേഹത്തിൽ പുതിയ ജീവൻ ലഭിക്കട്ടെ. ഈ ചെറിയ പ്രാർത്ഥന പോലും നമ്മുടെ മനസ്സിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കും. പ്രശ്നങ്ങളിലേക്ക് മാത്രം കണ്ണോടിക്കുന്ന ശീലം വിട്ട് രക്ഷകനായ ഈശോയിലേക്കു കണ്ണുയർത്താൻ നമ്മെ സഹായിക്കും. ഒരു നിമിഷം നമ്മുടെ ഹൃദയം ശാന്തമാക്കി ദൈവത്തിന് നന്ദി പറവിൻ. കരുണയും സ്നേഹവും നിറഞ്ഞ സ്വർഗീയ പിതാവേ, വിശുദ്ധ കുരിശിനെക്കുറിച്ച് ആലോചിക്കാനും അതിന്റെ മഹത്തായ സന്ദേശം മനസ്സിലാക്കാനും ഇന്നത്തെ ദിനം തന്നതിന് ഞങ്ങൾ അങ്ങേയാട് കടപ്പാട് അറിയിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്ന കുരിശുകളെ പേടിയോടെയോ വിരക്തിയോടെയോ അല്ല, മറിച്ച് സ്നേഹത്തോടും ധൈര്യത്തോടും കൂടി ഏറ്റുവാങ്ങാൻ കൃപ തരണമേ. രോഗത്തിലും ഏകാന്തതയിലും സാമ്പത്തിക കുഴപ്പങ്ങളിലും ബന്ധങ്ങളുടെ വേദനകളിലും വഴിതെറ്റാതെ അങ്ങയുടെ കുരിശിലേക്ക് നോക്കി കരുത്ത് കണ്ടെത്താൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഇപ്പോൾ ഈ വചനത്തിൽ പങ്കാളികളായ ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. വേദനയിലും കഷ്ടതകളിലും പൊരുതുന്നവർക്ക് ആശ്വാസവും സാന്ത്വനവും തരണമേ. അങ്ങയുടെ തിരുരക്തത്തിൽ അവർ ശുദ്ധരായി പുതുക്കപ്പെടുകയും കുരിശിലെ സ്നേഹത്തെ അനുഭവിച്ച് അത് മറ്റുള്ളവർക്ക് പങ്കിടാൻ കഴിയുകയും ചെയ്യട്ടെ.